ഇതാണ് സുപ്പാരിയിലപ്പോൾ അടക്ക നമ്മൾ പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ നമ്മൾ ഇറക്കിയിരിക്കലുണ്ട്. ഓക്കെ, ഇതാ ഇങ്ങനെ ഇരിക്കുക. ഇതാണ് അടക്ക കത്തി. ഉണ്ടാ ഇത് മാത്രം സൂം ചെയ്തു ഉണ്ടാ. ഇതാണ് ഞാനിപ്പോൾ ഒരു പാത്രം ജസ്റ്റ് എടുത്തതാണെന്ന് വെച്ച് നോക്കട്ടെ എന്ന് വെച്ചിട്ടേ. ഇതാ ഇതാ ഓരോന്നേ ഇരിക്കാൻ കിട്ടൂലേ. നമ്മളെ വീട്ടിൽ അച്ഛനമ്മ ഏട്ടൻ ചേച്ചി ഞാൻ നമ്മൾ നല്ലോണം ഇരുന്നിട്ട് ഇരിക്കും. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പിന്നെ അബ്ദുക്കിയുണ്ട്, ഒരു പാത്തൂത്തിയുണ്ട്. അപ്പോൾ അവർ വന്നിട്ടിരിക്കും. കുറച്ചെല്ലാം ആണെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ ഇരിക്കും. കുറേ അടക്കക്കത്തി ഉണ്ടാവും കേട്ടോ. കുഞ്ഞിക്കുട്ടിക്ക് കുഞ്ഞി അടക്കക്കത്തി, വലിയ കുട്ടിക്ക് വലിയ അല്ല അച്ഛനും മക്കളല്ല അവർക്കെല്ലാം വലിയ കത്തി ഉണ്ടാവുക. ഇതിങ്ങനെ കൊക്ക് പോലെ ഇങ്ങനെ സൂചി പോലെ വെക്കുന്നതാണ് നല്ലത്, വേഗം ഇരിക്കാൻ കിട്ടും. ഇത് കുഴപ്പമില്ല. ഇതെനിക്ക് ഒരു പ്രാവശ്യം വീടുത്തെ അച്ഛൻ തന്നതാണ് അടക്കക്കത്തി വേണമെന്ന് വെച്ചിട്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ഒരവസരം വരുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അടക്ക ഉരുക്കുക. നിങ്ങൾ അടക്ക ഉരുക്കുന്ന ഏതെങ്കിലും യൂട്യൂബറെ കണ്ടിട്ടുണ്ടോ? അത് ഞാൻ മാത്രം ഇരിക്കാനാണ് സാധ്യത. ഞാൻ ഇവിടെ നാട്ടിൽ വന്നേ പിന്നെ എടുത്ത പണിയെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ തന്നെ ബോധം കെട്ടു വീണു. ഒരു മിനിറ്റ് റെസ്റ്റ് കിട്ടിയിട്ടില്ല സുഹൃത്തുക്കളെ. നാട്ടിൽ വന്നിട്ട് ചേട്ടൻ എന്താ പറയണ്ട? ചേട്ടൻ സന്തോഷം ഞാൻ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം എൻ്റെ പണിയോ പണി. നാട്ടിൽ വരുന്നതേ പണിയെടുക്കാനാണ്. ഇപ്പം പണി തന്നെ. ആടെ ഇങ്ങനത്തെ പണിയില്ലല്ലോ, വീട്ടിലെ പണിയില്ലല്ലോ. 3 മിനിറ്റായോ? ഇല്ല, കിട്ടാതെല്ലാം നമ്മൾ പിന്നെ അത് വേറെ ഇതിലേക്ക് എടുക്കും. അങ്ങനെയെല്ലാം കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാരല്ലേ. പണ്ടത്തെ എൻ്റെ പ്രായമില്ല, കുറച്ച് എൻ്റെ പേരെല്ലാം പഠിച്ച കുറച്ച് ആൾക്കാർക്ക്, വളരെ അപൂർവ ആൾക്കാർക്ക് അറിയാം. അറിയില്ലേ? ഇത് പക്ഷേ നമ്മൾ ഇരിക്കുന്നത് എളുപ്പമാണ്. അത്ര എളുപ്പമൊന്നുമല്ല, അറിയണം. അടക്കി ഉരിക്കൽ എന്ന് പറയുന്നത് അറിഞ്ഞാൽ മാത്രമേ ഇത് ഉരിക്കാൻ കഴിയൂ. നമുക്കിത് കാണുമ്പോൾ എളുപ്പമാണെന്നെല്ലാം തോന്നും, പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല. അതിനൊരു നേക്കോണിൽ ഈ സാധനം ഇങ്ങനെ കൈക്ക് കയറും. പണ്ട് അച്ഛനും അമ്മയെല്ലാം എല്ലാവരും വട്ടത്തിലിരുന്ന് ഉരിക്കുന്നതാണെങ്കിൽ നമുക്കും ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് കുഞ്ഞടക്കത്തി വിളിച്ചു തരും. അന്നേരം ആദ്യം ഒന്നും ഉരിക്കാൻ കിട്ടില്ല. അതിന് ഉരിക്കാൻ എളുപ്പമില്ലത് അവരിങ്ങനെ ഉരിക്കുമ്പോൾ നമുക്ക് ഇട്ടുതരും. അവർ ഉരിക്കാൻ പണിയില്ലതെല്ലാം അവരെടുക്കും, അല്ലാത്തതെല്ലാം നമുക്ക് ഇട്ടുതരും.